ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും SPB20 വേൾഡിലേക്ക് സ്വാഗതം. കാലത്ത് എഴുന്നേറ്റു, നല്ല സൂര്യനൊക്കെ ഉദിക്കുന്നുണ്ട്. ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്കൊരു കോഫി കുടിച്ചാലോ? അപ്പം നമ്മൾ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുടിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കുഞ്ഞുമോൾക്കൊരാഗ്രഹം, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം, മാങ്ങ ഉപ്പിലിട്ട് കഴിക്കണം, മാങ്ങ ഏതെങ്കിലും രീതിയിലൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, നല്ലൊരു മാങ്ങ നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് നീ ഒരു മാങ്ങ പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. ഇത്ര നാളും പൊട്ടിക്കാണ്ട് ഞാൻ വെച്ചിരുന്നതാണ്, പക്ഷെ ആൾ പൊട്ടിച്ചു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് മാങ്ങ കഴിച്ചു. സത്യത്തിൽ ഇതിലൊരു പുളിയില്ല, ഇത് പുളി ഇല്ലാത്തൊരു മാങ്ങയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. വെറുതെ കറുമുറ കടിച്ച് തിന്നാം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അതുകൊണ്ട് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചമ്മന്തിയും പരിപ്പ് കറിയും ചോറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാനേ ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ലേ, മഴ കാരണം കൊണ്ട്. നോക്കിയൊക്കെ നല്ല മഴയാണ്. ഈ മഴയത്തൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ മഴയത്തൊക്കെ പോയിരുന്ന് കളിച്ചാണ്. ഇപ്പോൾ ആർക്കും അതിനൊക്കെ നേരം, മഴ കാണാൻ വരെ നേരമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഭയങ്കര ക്ഷീണം. എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ പണികളൊക്കെ തീർന്നപ്പോൾ ഒരു ഫാഷൻ ഫ്രൂട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് ചെറിയൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഉച്ചക്കലത്തുള്ള പരിപാടി നോക്കണ്ടേ. അപ്പോൾ ഒരു പയറും ബീട്രൂട്ടും കൂടി ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറി കൊണ്ട് ഉച്ചക്കലേക്ക് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കിയാലോ. അപ്പോൾ ഉച്ചക്കലേക്കുള്ള നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും പയറ് കറിയും ചമ്മന്തിയും, ഉണ്ടായിരുന്ന പയറ് കറിയും കൂടി പരിപ്പ് കറിയും ഒക്കെ കൂടിയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ് കാരണം കൊണ്ടേ പുറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വരെ പറന്നു പോകുന്ന വിചാരിക്കുന്നത്, അത്രയും കാറ്റാണ്. കാർമേഘാണെങ്കിൽ ആകെ ഇരുണ്ടു മൂടി, ആകെ മഴക്കാരൊക്കെ നല്ലോണം ഉണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, മരം വരെ ഇളകണ പോലെയാണ് കാറ്റ് വരുന്നത്. ഇന്ന് എന്തായാലും മഴ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ വൈകിട്ടും നല്ല മഴയാണ്. ഇന്നത്തെ ദിവസം ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ, ഈ മഴ കാരണം കൊണ്ട്. മഴ ഇപ്പോൾ പെയ്യുന്ന തോന്നുന്നു. ഞാൻ വിചാരിച്ചുള്ളൂ മഴ ഇപ്പോൾ പെയ്യുന്നല്ലേ. അപ്പോൾ മഴ തന്നെ. മഴ എന്ന് പറഞ്ഞാൽ പോലെ ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. വേനൽ മഴയാണെങ്കിലും രക്ഷയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത്തിരി പാലൊക്കെ എടുത്തിട്ട് അതിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കഴിക്കാം. ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചായ, ഒരാൾക്ക് കോഫി, ഒരാൾക്ക് പാല്, അങ്ങനെ പലതരത്തിലാണ് ചായയും കാപ്പിയും കോഫിയൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചൊരു സാധനം ഉണ്ടാക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ച്, ചായ ആവശ്യമുള്ളവർക്ക് ചായ, ബൂസ്റ്റ് ആവശ്യമുള്ളവർക്ക് ബൂസ്റ്റ് ഇട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി പൊട്ടുകടലയും എല്ലാം കൂടിയിട്ട് ഈ മഴയത്ത് നല്ല രീതിയിൽ കഴിച്ച് ആസ്വദിച്ച്, മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് മഴയൊക്കെ കുറച്ചേ കുറഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.